കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ നിർമ്മലിനെ പിടികൂടാനായിട്ട് നയന പുറത്തേക്ക് ഇറങ്ങി ചെല്ലുവാണ്. ഈ സമയത്ത് നിർമ്മലിന്റെ ബൈക്ക് വന്ന് നയനയുടെ അടുത്ത് നിർത്തിയത്. പതുക്കെ നിർമ്മൽ അത്തേന്ന് ഇറങ്ങുവാണ്. പെട്ടെന്നാണ് അഭി ആ കാഴ്ച കാണുന്നത്. നവ്യയും ആദർശം കൂടെ അവിടെ നിൽക്കുന്ന. ദൈവമേ, അപ്പൊ ഇവളല്ലേ അവിടെ പെട്ടുപോയാലോ എന്ന് ഓർത്ത് പെട്ടെന്ന് തന്നെ നിർമ്മലിനെ ഫോൺ ചെയ്യുക. ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എടാ പെട്ടെന്ന് നീ അവിടെ നിന്ന് മുങ്ങിക്കോളം പറയും. എന്താ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. അവിടെ നിന്ന് രക്ഷപ്പെട്ടോ, അത് അവളല്ല വന്നിരിക്കുന്നത് പറയണം. ഇത് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിർമ്മല് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴത്തേനും എടാ നിക്കടാന്ന് പറയും. നായനെ അവനെ കയറി ഇങ്ങോട്ട് പിടിച്ചു. പക്ഷേങ്കിൽ എന്ത് ചെയ്യാനാ, അവനൊരു തള്ളു വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും നായനെ എടുത്തഴിച്ച് താഴെ വീണു. നേരത്തെ വീണ് കിടക്കുന്ന കണ്ടു കഴിയുമ്പോഴത്തേനും നവ്യ ആദർശം കൂടെ ഓടി വരികയാണ്. ഈ സമയത്ത് പോലീസുകാരവിടെ പതുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പോലീസുകാർ അവനെ പിടിക്കാനായിട്ട് വന്നു. പക്ഷെ അവൻ ബൈക്ക് വെട്ടിച്ച് തന്ത്രപരമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഈ സമയത്ത് പോലീസുകാർ അവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓടി വന്നിട്ട് നയനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് രണ്ടുപേരും കൂടി. ആദർശം എന്തിനും പറ്റുമോന്ന് ചോദിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, കൈക്ക് ഇച്ചിരി വേദന ഉണ്ട്, ഇച്ചിരി പോറിയിട്ടൊക്കെ ഉള്ളു, വേറെ കുഴപ്പമില്ല എന്ന് പറയണം. നവ്യ പറഞ്ഞു, ഞാൻ കാരണമല്ല ഇപ്പൊ ഈ വിഷമങ്ങളൊക്കെ ഉണ്ടായത്. സോറി നായന, എന്നോട് ക്ഷമിക്കാൻ പറയണം. ചേച്ചി എന്തിനാ എങ്ങനെ സങ്കടപ്പെടുന്നേ? എനിക്ക് ആ പാടൊരു സങ്കടം അവനെ പിടിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ടാ. അവൻ എന്റെ കൈ കിട്ടും, അവനെ ഇടിച്ച് ശരിയാക്കുമെന്ന് പറയണം. ഇനി വീരവാദം പറഞ്ഞോണ്ടിരുന്നു. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അല്ല ആദർശാണ് എങ്ങനെ ഇവിടെ എത്തിയത്? ഞാൻ എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞപ്പോ നിന്നെ കണ്ടില്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായി നീ നിന്റെ ചേച്ചിയും കൂടെ എന്തെങ്കിലും കുതന്ത്രം ഒപ്പിച്ചിട്ടുണ്ട് ഇറങ്ങി കാണുമായിരിക്കുന്നു. അങ്ങനെ ഞാൻ പുറകെ വന്നേന്ന് പറയണം. ബാ എന്നും പറഞ്ഞൊരു കയ്യെ പിടിച്ചോണ്ട് രണ്ടുപേരും കൂടെ അകത്തേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് അഭിക്ക് മനസ്സിലായി തന്റെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞ് നശിപ്പിച്ചു. കൃത്യസമയത്ത് തന്നെ അവൾ അങ്ങോട്ട് എഴുന്നള്ളി. ഇല്ലായിരുന്നെങ്കിൽ തന്റെ പദ്ധതികൾ ഇന്നത്തോടെ വിജയം കൈവരിച്ചാനും. എന്നിട്ട് അഭി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ്. അങ്ങനെ അകത്തേക്ക് കയറി വരുന്ന സമയത്താണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ഹാളിലേക്ക് വന്നത്. കണ്ടവൻ നയനെ കണ്ടില്ല. ഇന്ന് എന്ത് പറ്റിയിടോ നയനയ്ക്ക്? കാരണം കണ്ടുമില്ല, രാവിലെ ഒരു ചായ കിട്ടുന്ന അതും കിട്ടിയിട്ടില്ല, കോല വിടാനായിട്ടൊന്നും എഴുന്നേറ്റിട്ടില്ല എന്ന് തോന്നുന്നല്ലോ. ഇന്ന് എഴുന്നേറ്റില്ലേന്ന് ചോദിക്കണം. മുത്തശ്ശി പറഞ്ഞു, കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ, ചില ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു, പെൺകുട്ടികൾ ചിലപ്പം താമസിച്ചൊക്കെ എഴുന്നേക്കോളെന്ന് പറയാണ്. ഓ അങ്ങനെ, ഞാൻ അത്ര ഓർത്തില്ല എന്ന് മുത്തശ്ശൻ പറയണേ. ഈ സമയത്ത് പുറത്തുനിന്ന് ആദർശം നയനെ നവ്യം കൂടെ അങ്ങോട്ട് കയറി വരുന്നേ. നയനെ ഇങ്ങനെ പിടിച്ചോണ്ട് വരുന്ന കാഴ്ച കൊണ്ടതിന് മുത്തശ്ശി ഓടിച്ചോണ്ട് എന്ത് പറ്റി മോളെ, എന്താ പറ്റിയെന്ന് ചോദിക്കുവാണ്. ഈ സമയത്ത് ദേവേനയും ജലജയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ഈ സമയം ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, ഒന്നുമില്ലാഞ്ഞിട്ടാണ് ഈ കയ്യെക്കൂടെ എല്ലാം ചോര ഒലിക്കുന്നത്. എന്താ കാര്യം, എന്താണെന്നും പറഞ്ഞത്. ജലജ പെട്ടെന്ന് നവിയോട് ചോദിച്ചു, എന്താടി പറ്റിയെന്ന് ചോദിക്കണം. നവി പറഞ്ഞു, അത് ഞാൻ പിന്നെ എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേന് ആദർശ് പറഞ്ഞു, അത് മുത്തശ്ശ, ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയതായിരുന്നു. കാരണം വെളുപ്പിന് 5 മണി ആയായിരുന്നു. ഒന്ന് നടക്കാൻ ഇറങ്ങിയ സമയത്ത് ആ കൂടെ നവ്യയും കൂടെ ഇറങ്ങി വന്നത്. നവ്യ ആ സമയത്ത് ഞങ്ങളോടൊപ്പം വന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് മടുത്ത് കഴിഞ്ഞപ്പം ജ്യൂസ് കുടിക്കാനായിട്ട് അങ്ങോട്ടൊരു കടയിലേക്ക് കയറിയതാ. ഈ സമയത്ത് ഒരു മദ്യപിച്ച ഒരാൾ ബൈക്കും കൊണ്ട് വന്നിട്ട് അറിയാതെ നയനെ ഒന്ന് തട്ടിയിട്ട് പോയതാ. അപ്പോൾ അവൾ വീണ് കഴിഞ്ഞപ്പോൾ അവൾക്ക് സംഭവിച്ചാന്ന് പറയാണ്. മുത്തശ്ശൻ ചോദിച്ചു, എന്നിട്ട് നീ അവനെ പോകാൻ അനുവദിച്ചോന്ന് ചോദിക്കുകയാണ്. അല്ല പിന്നെ മുത്തശ്ശ, ഇരുട്ടല്ലായിരുന്നു, അതുകൊണ്ട് പെട്ടെന്നൊന്നും കാണാൻ പറ്റിയില്ല, അതുകൊണ്ടാന്ന് പറയാ. മുത്തശ്ശി പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും? നിനക്കന്ന് അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ മേലായിരുന്നോ? നയന പറഞ്ഞു, അതിനുള്ളൊന്നും ഇല്ല മുത്തശ്ശി, ചെറിയ വേദനയുള്ളൂ, കുഴപ്പമില്ല, ഇനി വേദന കൂടുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കാന്ന് പറയണം. പെട്ടെന്ന് ദേവേനി പറഞ്ഞു, അതെങ്ങനെയാ, ഇവിടെ ഈ കുടുംബത്തിലേക്ക് വന്ന് കയറിയതിന് ശേഷം ഇങ്ങനെയുള്ള കഷ്ടകാലങ്ങളൊക്കെയാ നടന്നുകൊണ്ടിരിക്കണേ. മുത്തശ്ശൻ പറഞ്ഞു, ഓഹോ, ഇപ്പൊ അതിന് ഇവിടെ ആപത്തുണ്ടായിരിക്കുന്ന ആർക്കാ? നയനമൊക്കെ തന്നെയല്ലേ, പിന്നെ നീ എന്തിനാ അവളെ കുറ്റം പറയുന്നത്? ഇങ്ങനെയാണെങ്കിൽ നീ ഈ കുടുംബത്തിലേക്ക് കയറി വന്നതിന് ശേഷം ജയൻ എന്തൊക്കെ ആപത്തുകൾ സംഭവിച്ചിരിക്കുന്നു, അങ്ങനെയുള്ള അതിന്റെ എല്ലാം കുറ്റക്കാരൻ നീയാണോ ദേവേനിന്ന് ചോദിക്കണം. ദേവേനയുടെ നാവടഞ്ഞു പോയി. ദേവേനിക്ക് പിന്നെ വലുതും മിണ്ടാനുണ്ടോ? ജലജി പറഞ്ഞു, എന്നാലും എനിക്കങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. നവ്യ രാവിലെ നടക്കാൻ പോയില്ലേ? പിന്നെ അവള് നടക്കാൻ പോത്താളാ, എന്നിട്ട് അവള് നടക്കാൻ പോയില്ലോ. മുത്തശ്ശൻ ചോദിച്ചു, അതെന്താ, അവൾക്ക് നടക്കാൻ പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിക്കണം. ആദർശ് പറഞ്ഞു, ഇത്രയും നാളത്തെ പോലെ ഇനി ഇപ്പം നടക്കണം, ഇച്ചിരി തടി കൂടുവാന്നൊക്കെ പറഞ്ഞോണ്ടാ ഞങ്ങളുടെ കൂടെ വന്നേന്ന് പറയണം. പെട്ടെന്ന് അതിനൊരു സൊല്യൂഷനും കണ്ടെത്തി. ഈ സമയത്ത് നയനയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല, കാല് വേദന കൊണ്ട് പൊളയുന്നുണ്ടായിരുന്നു. ആന്നും പറഞ്ഞിട്ട് ഒച്ച ഉണ്ടായി കഴിയുമ്പോഴത്തേനും മുത്തശ്ശി ചോദിച്ചു, മോൾക്ക് നിൽക്കാൻ പറ്റില്ലേ, ഭയങ്കര വേദനയാണോന്ന് ചോദിക്കുകയാണ്. കുഴപ്പമില്ല മുത്തശ്ശി. മുത്തശ്ശൻ പറഞ്ഞൊരു കാര്യം ചെയ്യാതെ, നീ അവളെ എടുത്തോണ്ട് പോയി മുറിയിലേക്ക് കൊണ്ടേ ആക്കാൻ പറയാണ്. മുത്തശ്ശൻ മുത്തശ്ശി പറഞ്ഞു, നിനക്കെന്താ എന്തെങ്കിലും മടിയുണ്ടോ? മുത്തശ്ശൻ പറഞ്ഞു കേട്ടില്ലേ, എടുത്തോണ്ട് പോടാന്ന് പറയണം. ഇത് കണ്ട് ഭ്രാന്ത് പിടിച്ച അവസ്ഥയായി പോയി ദേവയാനിക്ക്. ദേവേനെ ദേഷ്യപ്പെട്ട് നിൽക്കുക. ഈ സമയത്ത് നയനെ കൈ കോരിയെടുത്ത് ആദർശം അങ്ങോട്ട് കയറി പോവാണ്. പെട്ടെന്നാണ് അബി അങ്ങോട്ട് വരുന്നത്. അബിനെ കണ്ടു കഴിഞ്ഞപ്പോ ജലജി ചോദിച്ചു, അല്ല നീ എവിടെയായിരുന്നു? നിന്റെ ഭാര്യ നിന്റെ അടുകയെന്ന് ഏറ്റുപോയത് നീ കണ്ടില്ലേന്ന് ചോദിക്കണം. അമ്മ, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു, ഞാൻ അറിഞ്ഞില്ല എന്ന് പറയണം. മുത്തശ്ശൻ പറഞ്ഞു, അവനല്ലേലും അങ്ങനെയുള്ളൂ, ഉറങ്ങിക്കോ, എപ്പം നോക്കിയാലും ഉറക്കം മാത്രമേ ഉള്ളൂ, അവസാനം ഉറങ്ങി ജീവിക്കാൻ മറന്നു പോലെന്ന് പറയണം.
അതച്ചാ ഇവൻ ഈ സമയത്ത് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ രാത്രിയിലൊന്നും അവൻ ഉറങ്ങി കാണത്തില്ല, പാതിരാത്രിയിലായിരിക്കും ഉറങ്ങിയിട്ടുണ്ടായിരിക്കുക. കാരണം അങ്ങനത്തെ നല്ലൊരു ഭാര്യ തന്നെയാണല്ലോ ഇവന് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോ കിട്ടിയതിനെ കൂടെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവന്റെ കയ്യിലിരിപ്പ് അത്ര നല്ലതല്ലേ. അതുകൊണ്ടാ എപ്പോഴും കിടന്ന് ഉറങ്ങിക്കോടാ, വേറൊരു ഉത്തരവാദിത്വം നിനക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് അബിക്ക് ആകെപ്പാടെ ഭ്രാന്തളകിപ്പോയി. ഉദ്ദേശിച്ച കാര്യമൊട്ടും നടന്നിട്ടുമില്ല എന്നോർത്ത് അബി പിറുകുറുത്തോണ്ട് അങ്ങോട്ട് കയറി പോവാണ്. നയനയെ കോരി എടുത്തോണ്ട് ആദർശ് പോയി കഴിയുമ്പോൾ നയനയുടെ ഉള്ളിൽ കൂടെ പല പല ചിന്തകളൊക്കെ വരുന്നുണ്ട്. പെട്ടെന്ന് ഒരു പാട്ടാണ് അങ്ങോട്ട് വരുന്നത്. താനും ആദർശേട്ടനും ഒരുമിച്ചുള്ള കുറച്ച് നല്ല നല്ല രംഗങ്ങള്. അതിനകത്ത് ആദർശേട്ടന്റെ ബൈക്കിന് പുറകെ താന് പുറത്തു പോയതും രാത്രി പുറത്തു പോയതും പിന്നീട് പല സമയത്തും ആദർശേട്ടൻ തന്നെ സഹായിക്കാൻ വന്നു. അങ്ങനെ അങ്ങനെ കുറെ നല്ല നല്ല നിമിഷങ്ങൾ നയനയുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ നയനയെ കൊണ്ടുവന്ന് ബെഡിലേക്ക് ഇരുത്തുവാണ്. പിന്നീട് നയനയ്ക്ക് തോന്നി ആദർശേട്ടൻ തന്നെ അടുത്ത് വരുന്ന തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നതൊക്കെ ആയിട്ട് തോന്നുവാണ്. നയന ഇങ്ങനെ അതൊക്കെ ഓർത്ത് ഇങ്ങനെ പുളകിതയായിട്ട് ഇരിക്കുമായിരുന്നു. വല്ലാത്തൊരു സന്തോഷം ആ സമയത്ത് നയനയുടെ ഉള്ളിൽ തോന്നി. ഈ സമയത്ത് നിർമ്മലിനെ ഫോളോ ചെയ്യുമായിരുന്നു പോലീസുകാർ. പക്ഷെ കുറെ ദൂരം ചെന്ന് കഴിഞ്ഞിട്ട് നിർമ്മലിനെ കണ്ടെത്താൻ പറ്റിയില്ല. ഇവനിത് എങ്ങോട്ട് പോയെന്ന് ഓർത്തോണ്ട് കുറെയെല്ലാം അന്വേഷിച്ചു. അപ്പൊ രണ്ടും മൂന്നും വഴിക്കൊക്കെയാണ് തിരിഞ്ഞു പോയത്. അപ്പൊ രണ്ട് പോലീസുകാർ വന്നിട്ട് എസ് ഐയോട് പറഞ്ഞു, സാറേ ഞങ്ങൾ അവിടെയെല്ലാം നോക്കി, പക്ഷെ അവനെ കണ്ടെത്താൻ പറ്റിയില്ലെന്ന് പറയണം. സമയത്ത് എസ് ഐ പറഞ്ഞു, അവനെ അധികം വൈകാതെ തന്നെ കണ്ടെത്താൻ പറ്റും, അവൻ അധികം ഒന്നും പോയിട്ടുണ്ടാവില്ല, കൈ കിട്ടുമെന്ന് പറയാണ്. പിന്നീട് ആദർശിനും ഒരു വോയിസ് മെസ്സേജ് അയക്കുക, ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവൻ നഷ്ടപ്പെട്ടു, അധികം വൈകാതെ തന്നെ അവനെ ഞങ്ങൾ പിടിച്ച് കയ്യിൽ ഏൽപ്പിച്ചോളാം ആദർശെ, ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് അങ്ങോട്ട് ഇടുവാണ്. ഈ സമയത്ത് നിർമ്മൽ അവിടെ എന്ത് ചെയ്യുമായിരുന്നു? നിർമ്മൽ ഒരു കാരണം മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ പോയി കഴിഞ്ഞപ്പോൾ നിർമ്മൽ പതുക്കെ അവിടെ എഴുന്നേറ്റു. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഈ സമയത്തെങ്ങാനും അവരുടെ കൈ പെട്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ തന്റെ കാര്യത്തിലൊരു തീരുമാനം ആയേനം. ഇനിയിപ്പം മുന്നോട്ട് പോകുന്ന അപകടമാണ്. അവര് ചിലപ്പോൾ തന്നെ കണ്ടുപിടിക്കും. ഒരു കാരണവശാലും ഇത് പാടില്ല, എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണമെന്ന് കരുതി നിർമ്മൽ പോവാണ്. പിന്നീട് കാണിക്കുന്ന ബെഡേല് നയനിരിക്കുകയാണ്. നയനിക്ക് നല്ലതായിട്ട് വേദന എടുക്കുന്നുണ്ടായിരുന്നു. ഈ സമയം ആദർശ് വന്നിട്ട് പറഞ്ഞു, എന്ത് ചെയ്യാനാന്ന് പറ. നിന്നെ ഇത്രയും കാലത്തിനിടയ്ക്ക് നിന്റെ അച്ഛനും അമ്മയും പോലും എടുത്തിട്ടുണ്ടായിരിക്കില്ല, ചിലപ്പോൾ കുഞ്ഞുനാളിലും എടുത്തിട്ടുണ്ടായിരിക്കുള്ളൂ. ഇപ്പോഴാണ്ടേ എന്റെ കൈകളിൽ എനിക്ക് ഇങ്ങോട്ട് കയറി വരാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ എന്ന് പറയണം. പിന്നെ ഭാഗ്യം എനിക്കിങ്ങനെ അവസ്ഥ വന്നോണ്ടല്ലേ ആദർശാൻ എടുത്തേ, അത് മുത്തശ്ശൻ പറഞ്ഞുകൊണ്ടല്ലേ എന്ന് ചോദിക്കണം. അല്ലടി നിന്നെ എപ്പോഴും ഞാൻ കോരി എടുത്ത് ഇങ്ങനെ അമ്മാനെ അടിച്ചോണ്ട് നടക്കാന്ന് പറയണം. എപ്പോഴും കോരി എടുക്കുമൊന്നും വേണ്ട, ഇച്ചിരി സ്നേഹം കാണിച്ചാൽ മതി എന്ന് പറയണം. തുടങ്ങി അവളുടെ പുരാണം പറിച്ചില്ലെന്ന് ആദർശം പറയാണ്. അതെ, വേദന എടുക്കുന്നുണ്ടൊരു കാര്യം ചെയ്യാം, അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് ബോക്സ് അവിടെ എടുപ്പുണ്ട്, ഞാൻ നിന്റെ കയ്യം മരുന്ന് വെക്കാന്ന് പറയണേ. വേണ്ട ഞാൻ തന്നെ പുരട്ടിക്കോളാന്ന് പറയണം. അതെന്താ ഞാൻ പുരട്ടിയ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം മരുന്നെടുത്തോണ്ട് വരുമോ. മരുന്നെടുത്തോണ്ട് വന്നു കഴിഞ്ഞപ്പോ നയനെ നോക്കി കഴിഞ്ഞപ്പോ ആ നീറുന്ന മരുന്നാണ്. അയ്യോ ഇത് വേണ്ട ആദർശേട്ടാ, അത് വെച്ചാൽ നീറൂന്ന് പറയണേ. ഇച്ചിരി നീറട്ടെ, അത് നല്ലതാ, നിന്റെ മുറിവ് പെട്ടെന്ന് കരിയൂലോ എന്ന് പറയാ. അല്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഷുഗർ ഒന്നുമില്ല, എന്റെ മുറിവൊക്കെ പെട്ടെന്ന് കരിഞ്ഞോളൂ എന്ന് പറയാം. അങ്ങനെ നയനയുടെ കയ്യിലേക്ക് ആദർശ മരുന്നൊക്കെ പുരട്ടി കൊടുക്കുക. ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ടായിരുന്നു. ശരിക്കും ഇത് ഒറിജിനലായിട്ടുള്ള സ്നേഹമായിരുന്നെങ്കിൽ തന്നെ ആദർശാണ് ഇങ്ങനെ ഭാര്യയായിട്ട് കണ്ട് സ്നേഹിക്കുമായിരുന്നെങ്കിൽ എന്ത് രസം ഉണ്ടായിരുന്നില്ലേ, തന്റെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം നടന്നേനും. അതൊക്കെ ഓർത്തുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. ഈ സമയത്ത് നയന ഒരു കാര്യം ആദർശനോട് പറഞ്ഞു, അല്ല ആദർശേട്ടാ, ആ നിർമ്മല് അവന്റെ പുറയിൽ ആരോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. അതെന്താ നിനക്ക് അങ്ങനെ തോന്നാനായിട്ട്? ഈ സമയത്താണ് അബി അങ്ങോട്ട് വരുന്നത്. അബി അവരുടെ മുറിയുടെ വാതക്കയില് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും അത് കണ്ടില്ല. അത് ഞാനൊരു കാര്യം ചോദിച്ചേട്ടെ, അങ്ങനെ അവൻ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടാണെങ്കിൽ നവ്യേച്ചനെയും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നെങ്കിൽ അവന് പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അവൻ പണം ചോദിച്ചാലും, പക്ഷെ അവൻ പണമൊന്നും ചോദിച്ചല്ലോ. അപ്പൊ അവന് മറ്റെന്തോ ഒരു ദുരിതാശം ഉണ്ട്, അതുകൊണ്ടല്ലേ അവൻ അങ്ങനെ കാണിച്ചേ. അബിയുടെ മനസ്സിലൊരു വെല്ലുവിളി കിട്ടും. ഓഹോ, അങ്ങനെ ഒരു ഇതിനെക്കുറിച്ച് ചിന്തിച്ചു പോലും ഇല്ല. പണം അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. ഒരു കാര്യമില്ലാതെ ഒരാളെ ബ്ലാക്ക് മെയിൽ ചെയ്യത്തില്ലോ. ഈ സമയത്ത് ആദർശ് പറഞ്ഞു, അതൊക്കെ നിനക്ക് വെറും തോന്നൽ മാത്രമായിരിക്കും. തോന്നലൊന്നും അല്ല, അതിന് പുറയിൽ ആരോ ഒരാളുണ്ട്, എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പണമായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവനിപ്പോ പണം ചോദിച്ചാനും ഇതിന്റെ മോട്ടിവേഷൻ വേറെ എന്തോന്ന് പറയണം. ഒരു പക്ഷെ അവനത് ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും ഉദ്ദേശമായിരിക്കും. അപ്പൊ അതൊക്കെ കാര്യം കാണാനായിരിക്കും. ഈ പെണ്ണുങ്ങളെ കൊണ്ടേ അങ്ങനെ ഇതുണ്ടല്ലോ. എനിക്കത് അത്ര വിശ്വാസം വരുന്നില്ലെന്ന് പറയാണ്. എന്തോ കാര്യമുണ്ട്, അധികം വൈകാതെ ഞാൻ കണ്ടുപിടിക്കും. ആദർശൻ ഇപ്പൊ വന്നോണ്ടാ, അല്ലെങ്കിൽ കാണാതെ ഞാൻ അവനെ പിടിച്ചിടിച്ചേനെന്ന് പറയാം. പിന്നെ ഇടിച്ചേനം ആ വീണ സമയത്ത് കൈയും കാലും ഒന്നും ഒടിയാത്ത ഭാഗ്യം, ഞാനങ്ങോട്ട് ഓടി വന്നില്ലായിരുന്ന കാണായിരുന്നു പറയണ. ഇങ്ങനെ നയനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവായിരുന്നു ആദർശം. അതിനുശേഷം നയനെ മുറിയിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്താണ് നവ്യ അവിടെ ഇരിക്കുന്നതുണ്ടേ. അപ്പം നവ്യ പെട്ടെന്ന് പറഞ്ഞു, അതെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയാണ്. എന്താ കാര്യം എന്ന് ചോദിക്കണം. അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
അവൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നിർമ്മല് പണം ചോദിച്ചോണ്ടാന്ന് പറയണം. പണം ചോദിച്ചോണ്ടാ? അതെ, 10 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ സമയം ആദർശം കൂടെ അങ്ങോട്ട് വന്നു. ആദർശം കേട്ടി പറയുന്നൊക്കെ. പെട്ടെന്ന് അതിനെ ആദർശോണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ആദർശേട്ടാ, നമ്മൾ മുറി പറയുന്ന കാര്യം ആരോ അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു സ്പൈ വർക്ക് നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് ആ പണത്തിന്റെ കാര്യം പറഞ്ഞ ഉടനെ ചേച്ചിയുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നു കണ്ടോ? അപ്പൊ അതിനർത്ഥം എന്താ? ആരോ നമ്മുടെ നീക്കങ്ങളൊക്കെ അറിയുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യും? നീ എന്താ പറയണേ? ഇവിടെ അങ്ങനെ ഇപ്പൊ ആരാ ഉള്ളത്? അല്ല, ചേച്ചിയുടെ ഭർത്താവ് തന്നെ ഉണ്ടല്ലോ, അബി. അബിയോ? അവൻ അങ്ങനെയൊക്കെ ചെയ്യുമോന്ന് ചോദിക്കണം. ചെയ്യോ ഇല്ലയോ എന്നൊക്കെ അറിയാം. അവസാനം കണ്ടോ കള്ളത്തരങ്ങളൊക്കെ വിളിച്ചു തരുമ്പോ ആരാ എന്റെ പുറയിരുന്ന്? അവൻ മിക്കവാറും എന്റെ ചേച്ചിനെ എന്നെ ഇവിടെ നിറക്കി വിടാനുള്ള പണിയാണെന്ന് പറയാൻ പറ്റില്ലെന്ന് പറയാണ്. ഇത് കേട്ടോ ഇപ്പൊ ആദർശം അവൾക്ക് എന്ത് പറഞ്ഞാലും ഒരു സംശയം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ 10 ലക്ഷം രൂപയുടെ കാര്യമല്ലേ, ആ 10 ലക്ഷം കൊണ്ട് നമുക്ക് പോവാം, അവനെ അതുകൊണ്ട് നമുക്ക് പിടികൂടാന്ന് പറയണം. നമ്പി പറഞ്ഞു, അത് വേണോ ആദർശേട്ടാ? വേണം. എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാന്ന് പറയാണ്. പിന്നീട് അബി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ജലജ അങ്ങോട്ട് വരുന്നത്. ജലജ വന്നിട്ട് പറഞ്ഞു, എനിക്ക് നല്ല സംശയമുണ്ടോ രാവിലത്തെ ആ സംഭവത്തില്. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല കാര്യങ്ങൾ. നവ്യ നയനെ ആദർശം തരുന്ന എന്തോ വലിയ പ്ലാനുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ശരിക്കും ഒറിജിനലായിട്ട് സംഭവിച്ച അതൊന്നുമല്ല, വേറെ എന്തോ ഒരു കാര്യമാണ്. എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോ അബി പറഞ്ഞു, അല്ല അമ്മയ്ക്ക് അതെങ്ങനെ മനസ്സിലായി? അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായെന്ന് പറയണം. എന്ത് കാണിച്ചാലും ഇപ്പൊ അച്ഛനും അമ്മ അവരുടെ ഭാഗത്തല്ലേ നിൽക്കുള്ളൂ. അതുകൊണ്ട് അവർക്കൊരു ധൈര്യമെന്ന് പറയാണ്. അല്ലെങ്കിൽ നീ ഒന്ന് ഓർത്ത് നോക്കിയേ, ചെറുതിൽ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ പുറത്ത് നിർത്തുന്ന ആളായിരുന്നു അച്ഛന്. ഇപ്പൊ കണ്ടില്ലേ ഇവിടെ ആരൊക്കെ എന്തൊക്കെ തെറ്റ് ചെയ്യുന്നു പറഞ്ഞാലും ആ നവ്യനെ നയനേനെ അവറ്റകളെ രണ്ടുപേരെയും പുറത്താക്കത്തില്ലോ മുത്തശ്ശൻ. എന്തോ കൈവശം കൊടുത്ത് കൊടുത്ത് ചേർത്ത് നിർത്തിയിരിക്കുമെന്ന് പറയാണ്. അബി പറഞ്ഞു, അധികം വൈകാതെ തന്നെ പോവുമേ. അവളെ എന്റെ ഭാര്യ പോകുന്നേക്കാളും മുമ്പേ പോകേണ്ട ഒരാളുണ്ട്, അവളുടെ അനിയത്തി എന്ന് പറയുന്നത്. അവളെയാണ് ഈ വീട്ടിൽ നിന്ന് ആദ്യം പുറത്താക്കേണ്ടത് പറയാം. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ? അവള് കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഇപ്പോഴും ഉണ്ടാകുന്നേ. അവള് കാരണം എന്റെ ഒരു പ്ലാനും നടക്കുന്നില്ലെന്ന് പറയാണ്. അത് ഞാൻ 2-3 ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു. നീ എന്തൊക്കെയോ മനസ്സിലിട്ട് എന്തൊക്കെയോ പെരുമാറുന്നുണ്ടല്ലോ. എന്തേലും നീ തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ ഞാൻ എന്താടാ അബി? അതൊക്കെ ഉണ്ട് അമ്മേ. പക്ഷെ എന്റെ പ്ലാൻ എല്ലാം പൊളിച്ചെടുക്കുന്ന അവളുടെ അനിയത്തി ഉണ്ടല്ലോ, അവൾ ഒറ്റയൊരുത്തി കാരണം. അല്ലെങ്കിൽ ഇപ്പൊ പണ്ട് എന്റെ ഭാര്യനെ ഇവിടുന്ന് പുറത്താക്കായിരുന്നു. അവളെ ആദ്യം ഇവിടുന്ന് പുറത്താക്കണം, എന്നാൽ മാത്രം നമുക്ക് സ്വസ്ഥത കിട്ടുള്ളൂ എന്ന് പറയാണ്. ജലജ പറഞ്ഞു, നീ വലിയ പ്ലാനൊന്നും മെനയാൻ പോണ്ട, അവസാനം നിന്റെ തലയ്ക്ക് നട്ടപ്പാരയായിട്ട് വരുമെന്നാണ്. അബി പറഞ്ഞു, അമ്മേനെ അത്ര എങ്ങനെ കൊച്ചാക്കണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് അബി പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.